കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്തത്. ആ ഫാക്റ്റ് കോടതി ഡിനൈ ചെയ്തിട്ടില്ല. താങ്ക്ഫുള്ളി ആ ഫാക്റ്റ് കോടതി ഡിനൈ ചെയ്തില്ല എന്നത് സത്യമാണ്. പക്ഷെ കോടതി അതിന് കണ്ടെത്തിയ റീസൺ അഡ്വക്കേറ്റ് ജനറലിന് ഒപ്പീനിയൻ അയച്ചു, അല്ലെങ്കിൽ ഒപ്പീനിയൻ ചോദിച്ചു. അത് ഒരു അഴിമതിയാണ് എന്ന് കണ്ടെത്താൻ കഴിയുമോ? പക്ഷെ 2019 ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു ലീസ് 2023 ഈ കേസ് ഫയൽ ചെയ്യുന്നത് വരെ അനധികൃതമായി നിയമവിരുദ്ധമായി നീട്ടി നൽകിയതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്നാണ്. അപ്പോൾ 2019 മുതൽ 2023 വരെ നിയമവിരുദ്ധമായി ലീസിന്റെ കാലാവധി പിണറായി വിജയൻ മീറ്റിംഗ് ചെയർ ചെയ്ത് അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരം ഏജിക്ക് അയച്ചതിന് ശേഷം ആ ഫയൽ ഫ്രീസറിൽ ആയി. അത് 2023 ടെർമിനേറ്റ് ചെയ്തില്ല എന്ന ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞത്, കോടതി പറഞ്ഞത് അതിൽ അഴിമതി ഉണ്ട് എന്ന് നേരിട്ട് പറയാനാവില്ല എന്നതാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.